Good afternoon. Yes, Maya Udayagiri, good afternoon. Good afternoon, sir. Good afternoon, sir. Good afternoon, sir. Nasrin, Abarna Babu, good afternoon. Good afternoon, sir. Good afternoon, sir. Ashwini, Rinsi, Anjana, good afternoon. Yes, Ono Kadopini. Majida, good afternoon. Good afternoon, sir. Yes, good afternoon, Samisha. Good afternoon, sir. Good Okay, afternoon, sir. Samika, Nisha, thank you, good afternoon. Good afternoon, Samika, good sir. afternoon. Sneha, good afternoon. Good afternoon, sir. Shubha, good afternoon. Good afternoon, sir. Harshia, good afternoon. Good afternoon, sir. Shishina, good afternoon. Yes, ആരാണ് ഇന്നത്തെ പ്രേയർ? കേൾക്കുന്നില്ലേ ഞാൻ പറയണത്? കേൾക്കുന്നുണ്ട്, സർ. ആരെങ്കിലും റിയാക്ട് ടെക്നിക്കൽ ആണെന്ന് പറയാൻ വേണ്ടി ചോദിച്ചാണ്. ഓക്കെ 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 സ്നേഹ പറഞ്ഞോളൂ. സൂര്യനായി ഞങ്ങളെ വന്നുണർത്തും താരാട്ടുകൾ പാടിരാവിലുറക്കും വഴികളിൽ മണമുള്ള പൂക്കൾ വിടർത്തും കനിവുള്ള ദൈവമേ കൈ തൊഴാം ഞങ്ങൾ മണ്ണിനും വിണ്ണിനും അപ്പുറം നിൽക്കും എണ്ണിയാൽ തീരാത്ത ലോകങ്ങൾ കാക്കും മണ്ണിനും വിണ്ണിനും അപ്പുറം നിൽക്കും എണ്ണിയാൽ തീരാത്ത ലോകങ്ങൾ കാക്കും പനിനീർ മഴയായി മണ്ണിൽ പതിക്കും കനിവുള്ള ദൈവമേ കൈ തൊഴാം ഞങ്ങൾ കനിവുള്ള ദൈവമേ കൈ തൊഴാം ഞങ്ങൾ കനിവുള്ള ദൈവമേ കൈ തൊഴാം ഞങ്ങൾ. Okay, Sneha, very good. Okay, okay, okay. Very good, very good, very good. Then, signing on. Good afternoon, sir, and all my Yes. dear friends. It's my pleasure to welcome you all. I expect today's class will be very interesting and informative for everyone. And our jobs are will make this class very wonderful. And thank you so much, sir. Okay, okay, okay. Thank you very much, Shishina. Very good, very good. Thought of the day. Today's Yes. thought is smile is the best gift you can give to others. Yes. Okay, 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 okay. ഒരു പുഞ്ചിരി മത്സരത്തിൽ പങ്കെടുത്താൽ ദർശനത്തിന് ഫസ്റ്റ് കിട്ടും. സാധ്യത കുറവാ, ചിരിക്കാൻ ബുദ്ധിമുട്ടാ. Yes, okay, okay. ഞാൻ മുമ്പ് ചോദിച്ചാണ്ട. Yes, okay, 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 okay. Yes. അപ്പൊ എങ്ങനെ നിങ്ങളുടെ കയ്യിൽ വല്ല ഓണത്തിന്റെ വല്ല പാട്ടോ വല്ലതും ഉണ്ടെങ്കിൽ പാടാം, അല്ലെങ്കിൽ ഓണത്തിനെ കുറിച്ചിട്ട് ഞാൻ എന്റെ ഓണം എന്ന് പറഞ്ഞതിനെ കുറിച്ച് ഞാനൊന്ന് പറയാം. പറഞ്ഞു. എന്റെ ഓണം എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്നത് കുട്ടിക്കാലത്തെ കുറെ മനോഹരമായ ഓർമ്മകളാണ്.
ഇന്നത്തെ പോലെ മൊബൈൽ ഫോണോ ഇന്റർനെറ്റും ഒന്നുമില്ലാതിരുന്ന ആ കാലത്തെ ഓണത്തിന് ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഓണത്തിന് ഭംഗിയില്ല എന്നല്ല, ഇന്ന് ചിലപ്പോൾ ഒരു പ്രഹസനമായി തോന്നുന്നു. പണ്ട് പൂവിളിയും അത്തപ്പൂക്കളവും അതിരാവിലെ എഴുന്നേറ്റ് ഒരു കുട്ടിയും പിടിച്ച് കൂട്ടുകാരോടൊപ്പം തൊടിയിലേക്ക് പൂ പറിക്കാൻ പോകുന്നതും എന്റെ വലിയ സന്തോഷമായിരുന്നു. മഞ്ഞു മൂടിയ പുല്ലുകൾക്കിടയിലും തുമ്പയും തെച്ചിയും കാക്കപ്പൂവും മുക്കുറ്റിയും ഒക്കെ തേടി പിടിക്കുകയും പിന്നെ എല്ലാവരും കൂടി മുറ്റത്ത് മനോഹരമായ പൂക്കളം തീർക്കുന്നു. ഇന്നത്തെ പോലെ പണം കൊടുത്ത് വാങ്ങുന്ന പൂക്കളേക്കാൾ നമ്മൾ സ്വന്തമായി പറിച്ചെടുത്ത പൂക്കൾ കൊണ്ട് കളമൊരുക്കുമ്പോൾ ഉള്ള ആ സംതൃപ്തി വേറെ തന്നെയാണ്. ഓണം വരാൻ കാത്തിരുന്നതിന്റെ മറ്റൊരു പ്രധാന കാരണം ഓണക്കോടിയാണ്. അച്ഛനും അമ്മയും എപ്പോഴാണ് പുതിയ ഡ്രസ്സ് വാങ്ങിത്തരിക എന്ന് കാത്തിരിക്കുന്ന ഒരു കുട്ടിക്കാലം എനിക്കുണ്ടായിരുന്നു. പുതിയ ഉടുപ്പ് ധരിച്ച് മുറ്റത്തെ മാവിലോ പ്ലാവിലോ കെട്ടിയ ഊഞ്ഞാലിൽ ആകാശത്തോളം ഉയരത്തിൽ ആടിത്തിമർത്തുന്ന എന്റെ ഓണത്തിലെ മറക്കാനാവാത്ത കാര്യങ്ങളാണ്. ഓണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സദ്യയാണ്. വീട്ടിലുള്ള എല്ലാവരും, ബന്ധുക്കളും അയൽക്കാരും ഒക്കെ ചേർന്ന് തറയിൽ ചമ്മരം പടിഞ്ഞിരുന്ന് വാഴയിലിൽ സദ്യ കഴിക്കുന്നത് വലിയൊരു ഒത്തുകൂടലാണ്. പല കറിയും പായസവും ഒക്കെ കഴിക്കുമ്പോൾ വയറു മാത്രമല്ല മനസ്സും നിറയുന്നു. എന്നെ സംബന്ധിച്ചോളം ഓണം എന്നത് വെറുമൊരു ആഘോഷം മാത്രമല്ല, അതൊരു ഒത്തുചേരലാണ്. ജോലി തിരക്കുകൾ മാറ്റിവെച്ച് എല്ലാവരും സ്വന്തം തറവാട്ടിലേക്ക് എത്തുന്ന സമയം അവിടെ ജാതിയോ മതമോ പണമോ വലിച്ചെറിയപ്പ് ഒന്നുമില്ല. മാവേലി തമ്പുരാൻ കണ്ടിരുന്ന ആ പഴയ സമത്വ സുന്ദരമായ നാടിന്റെ ചെറിയ ഓർമ്മപ്പെടുത്തലാണ് ഓരോ ഓണവും. കാലം ഒരുപാട് മാറിയെങ്കിലും ഈ ഓർമ്മകളാണ് എൻ്റെ ഉള്ളിലെ ഓണത്തെ ഇന്നും മനോഹരമായി തീർക്കുന്നത്. നാട്ടിൽ പോയി ഓണം ആഘോഷിക്കാൻ കഴിയാത്തതിന്റെ ചെറിയൊരു വിഷമമുണ്ടെങ്കിലും ബാംഗ്ലൂരിലെ തിരക്കുകൾക്കിടയിലും നമ്മുടെ ഗൃഹാതുരത്വം നിറഞ്ഞ ഓണപ്പൂവും സദ്യയും ഒരുക്കി നമ്മൾ ഓണം പൊന്നാക്കാറുണ്ട്. നാട് വിട്ടാലും മലയാളികളുടെ മനസ്സിലെ ഓണാഘോഷത്തിന് ഒരു കുറവും വരില്ല എന്ന് ഈ ബാംഗ്ലൂർ ഓണം തെളിയിക്കും. എല്ലാവർക്കും സ്നേഹവും ഐശ്വര്യവും നിറഞ്ഞ ഓണാശംസിക്കുന്നു. താങ്ക് യു സർ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. വേറെ ലെവലാണ് കേട്ടോ. സൂപ്പർ. പെട്ടെന്ന് എഴുതിയാ സാറേ, ഇന്ന് പരിപാടിയാന്ന് പറഞ്ഞ പെട്ടെന്ന് എഴുതിയതാ. താങ്ക്സ്. താങ്ക് യു ഫോർ യുവർ എഫേർട്ട്. ഈ വാക്കുകളൊക്കെ കണ്ടെത്തി അതൊക്കെ റെഡിയാക്കി ആ എഫേർട്ടിൽ അതിന് സ്നേഹപൂർവ്വം നന്ദി പറയുന്നു. ഓക്കെ, ഇനി ആർക്കെങ്കിലും ഓണത്തെ കുറിച്ചുള്ള ഓർമ്മകളുണ്ടോ? ഓണക്കാലത്ത് പറ്റിയൊരു അബദ്ധമായിരിക്കും. പറയട്ടെ സാർ, ഓണത്തിന്റെ ഒരിക്കൽ കേരളം ഭരിച്ചിരുന്ന മഹാനായ രാജാവായിരുന്നു നമ്മുടെ മഹാബലി. അദ്ദേഹം വളരെ നല്ലവനും ദയാലുവും ജനങ്ങളെ സ്നേഹിക്കുന്നവനും ഒക്കെ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് എല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിച്ചു. ദാരിദ്ര്യവും അനീതിയും ഇല്ലാത്ത കാലമായിരുന്നു അത്. മഹാബലിയുടെ പ്രശസ്തി വളർന്നപ്പോൾ ദേവന്മാർക്ക് ആശങ്കയായി. അപ്പോൾ മഹാവിഷ്ണു വാമനൻ എന്ന ചെറിയ ബ്രാഹ്മണ ബാലന്റെ രൂപത്തിൽ മഹാബലിയുടെ അടുത്തെത്തി. വാമനൻ മഹാബലിയോട് 3 അടി സ്ഥലം ദാനമായി ചോദിച്ചു. മഹാബലി അത് സമ്മതിക്കുകയും ചെയ്തു. ഉടൻ വാമനൻ വിശ്വരൂപം പ്രാപിച്ചു. ഒരു കാലുകൊണ്ട് ഭൂമിയും മറ്റേ കാലുകൊണ്ട് ആകാശവും അളന്നു. 3-ാമത്തെ കാൽ വയ്ക്കാൻ സ്ഥലമില്ലാതായപ്പോൾ മഹാബലി തന്റെ തല കാണിച്ചു കൊടുത്തു. മഹാബലിയുടെ സത്യസന്ധതയും ദാനശീലവും കണ്ട് വിഷ്ണു സന്തുഷ്ടനായി. വർഷത്തിൽ ഒരിക്കൽ തന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ കാണാൻ മഹാബലിക്ക് കേരളത്തിലേക്ക് വരാൻ അനുവാദവും നൽകി. മഹാബലി തന്റെ ജനങ്ങളെ കാണാൻ വരുന്ന ദിവസമാണ് നാം എല്ലാവരും ഓണമായി ആഘോഷിക്കുന്നത്. അതുകൊണ്ടാണ് ഓണം സന്തോഷത്തോടെയും സ്നേഹത്തോടെയും പൂക്കളം, ഓണസദ്യ, ഓണക്കളികൾ ഇതൊക്കെ ആഘോഷിക്കുന്നത്. താങ്ക് യു സർ. യെസ്, ഓക്കെ 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 അഞ്ജന, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, ഇനി ആർക്കെങ്കിലും ഓണത്തെ കുറിച്ച് പറയാൻ? ഓണത്തിന്റെ ഓർമ്മകൾ ആർക്കെങ്കിലും? ആർക്കില്ല? സർ ഞാൻ പറയട്ടെ. ആ ഓക്കെ, ശിശിയ കണ്ടിന്യൂ. എന്റെ ഓണം എന്ന് വെച്ചാല് ഞാൻ നാട്ടിലില്ലായിരുന്നു. എന്റെ ഓണം ബാംഗ്ലൂരായിരുന്നു. കുട്ടിക്കാലം മുതലേ ബാംഗ്ലൂരില് അവിടെ ഓണത്തിന് പറഞ്ഞ സ്കൂളുകളിൽ ഒരു ദിവസം മാത്രമേ ലീവ് തരുള്ളൂ, തിരുവോണത്തിന്. ബാക്കിയൊക്കെ സ്കൂൾ ഡേയ്സ് ഉണ്ട്, പോണം, റെഗുലറായി പോണം. ആ ഒരു ദിവസം കിട്ടാൻ വേണ്ടി ഞാൻ വല്ലാണ്ട് ആഗ്രഹിച്ചിട്ടുണ്ട്. എനിക്ക് ലീവ് ഇന്ന് തിരുവോണത്തിന് കിട്ടും, സദ്യ കഴിക്കാലോ എന്നൊക്കെ പറഞ്ഞിട്ട്.
സോ അത് ഭയങ്കരമായിരുന്നു. അവിടെ പൂവൊന്നുമില്ല. നമ്മൾ മാർക്കറ്റിൽ പോയി പൂ വാങ്ങി അത് പൂക്കളൊക്കെ ഇട്ട് സദ്യയൊക്കെ ഉണ്ടാക്കി അങ്ങനെ. അവിടെ ഈ ചെടികൾ ഇപ്പൊ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ചെടികൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവുമല്ലോ, പൂക്കളും കാര്യങ്ങളൊക്കെ. പക്ഷെ അവിടെ ഒന്നുമില്ല. മാർക്കറ്റിൽ പോയാൽ തോന്നുന്ന വില അവർ പറയും. അത് നമ്മൾ മേടിക്കും, മേടിച്ചിട്ട് പൂക്കളിടും. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യായിരുന്നു. പിന്നെ അതൊരു സത്യം പറഞ്ഞാൽ അവിടുത്തെ ഓണം വേറൊരു ഇതാണ്, ഫീലാണ്. കാരണം ഇവിടുത്തെ ഓണം പോലെയല്ല. ബാംഗ്ലൂർ എവിടെയാണെങ്കിലും നമ്മള് പുറത്ത് പോയി പറഞ്ഞാല് ഓണത്തിന് ഒരു പ്രത്യേക ഫീലാണ്. കാരണം എന്റെ ഫ്രണ്ട്സ് ഒക്കെ നോൺ മലയാളീസ് ഒക്കെ ഉണ്ട്. അവർക്ക് ഓണം പറഞ്ഞാൽ അവർക്ക് ഈ ബനാന ചിപ്സ്, ആ സദ്യ, അത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. സോ ഞങ്ങളുടെ സ്കൂളിൽ ക്ലബ് ഉണ്ട്. എന്ന് വെച്ചാല് തിരുവോണ ദിവസം എല്ലാവർക്കും തിരുവോണത്തിന്റെ 2-3 ദിവസം മുമ്പ് ഒരു ഓണസദ്യ റെഡിയാക്കും സ്കൂളില്. സോ ഞങ്ങള് അപ്പൊ ആ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് പിള്ളേരൊക്കെ വരും. അപ്പൊ മാനേജ്മെന്റ് മലയാളീസ് ആണ്. സോ അവര് ഒരു ഓണസദ്യ പരിപാടികൾ നല്ല ഗ്രാൻഡ് ആയിട്ട് അവിടുത്തെ ഒരു കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചിട്ട് നടത്തും. അപ്പൊ അതാണ് എന്റെ ഓർമ്മ. ഓണത്തിന്റെ പറഞ്ഞ എനിക്ക് നാട്ടിലില്ലല്ലോ. അപ്പൊ ഓണം പറഞ്ഞ ബാംഗ്ലൂർ ഡേയ്സ് ആണ് എനിക്ക് ഓർമ്മ വരുന്നത്. സോ അങ്ങനെ ഒരു സംഭവമാണ്. പിന്നെ മറാഠീസ്, ഗുജറാത്തീസ് അവരൊക്കെ ഓണം പറഞ്ഞ് ഭയങ്കര ഇഷ്ടമാണ്. ഓണസദ്യ കഴിക്കാൻ പറഞ്ഞ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഫുള്ള് നല്ല കളർഫുൾ ആയിട്ട് ബനാന ലീഫിൽ ഇഷ്ടം പോലെ കറികളും പായസവും ഒക്കെ ആവുമ്പോ അവർക്ക് കാണുമ്പോൾ നമ്മുടെ കറികളും അവരുടെ കറികളും രണ്ട് വ്യത്യാസമാണ്. സോ നമ്മളുടെ കറികൾ മൊത്തം നമ്മൾ ഈ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് ചെയ്യുമ്പം അവര് പറയും, നിങ്ങൾ എപ്പോഴും എല്ലാറ്റിലും വെളിച്ചെണ്ണയാണല്ലോ, ഞങ്ങളൊക്കെ വെളിച്ചെണ്ണ വാങ്ങും ഞങ്ങളുടെ തലയിൽ തേക്കാൻ എപ്പോഴെങ്കിലും ഞങ്ങൾ എടുക്കുള്ളൂ, നിങ്ങൾ ഫുൾ ഫ്ലേവർ പറഞ്ഞ ഫുൾ കോക്കനട്ട് ഓയിൽ ആണല്ലോ എന്ന് പറയും നമ്മളോട്. പക്ഷെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓണസദ്യ പറഞ്ഞിട്ട് ഭയങ്കര ഇഷ്ടമാണ്. സോ അതുപോലെ ചിപ്സ് ഇഷ്ടമാണ്. അങ്ങനെ ഭയങ്കര ഒരു വൈബായിരുന്നു അന്നൊക്കെ. എന്ന് വെച്ചാൽ ഞങ്ങൾ മലയാളി ഗേൾസ് ഉണ്ടാവും. അപ്പൊ നിങ്ങളുടെ ഇത് ഇഷ്ടമാണ് കേട്ടോ, അത് കൊണ്ടുവരുമോ? ഓണം കഴിഞ്ഞു പറഞ്ഞാൽ ആദ്യം ഞാൻ എന്തെങ്കിലും ഡിഷ് എടുത്തോണ്ട് പോകും പിള്ളേർക്ക് കൊടുക്കാൻ. അവര് ഒന്നുപോലും ബാക്കി വയ്ക്കാണ്ട് കഴിച്ചോളും. അങ്ങനെ അവര് പറയും, ശിശിര ഞങ്ങൾക്ക് കുറച്ച് വേണം കേട്ടോ എന്നൊക്കെ. അപ്പൊ ഞാൻ എടുത്ത് ടിഫിൻ ബോക്സിലാക്കിയിട്ട് കൊണ്ടുപോകും. അതൊക്കെ ഒരു മെമ്മറീസ് പറഞ്ഞ ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. അവരിപ്പോഴും പറയും നല്ല ടേസ്റ്റ് ആയിരുന്നു ആ ഭക്ഷണമൊക്കെ എന്ന്. കാരണം നമ്മുടെ മറ്റുള്ളവരെ അപേക്ഷിച്ച് നമ്മുടെ ഫെസ്റ്റിവൽ പറഞ്ഞ മറ്റുള്ളവർക്ക് ഒരു കൗതുകമാണ്. മറ്റുള്ളവർ പറഞ്ഞ ഫുൾ പൂജ, അങ്ങനെ ഹോളിഡേസ്, അത് അങ്ങനെ ഒരു സംഭവമാണ്. എല്ലാം ഈ പൊങ്കലാണെങ്കിലും മറ്റുള്ള ഭാഷക്കാര് ഈ തമിഴിയൻസ് ആണെങ്കിലും മറ്റുള്ളവർക്കൊക്കെ ന്യൂ ഇയർ അങ്ങനെയൊക്കെയാണ്. പക്ഷെ നമ്മുടെ പറഞ്ഞ പൂക്കൾ കൊണ്ട് റംഗോലി ഇടുമല്ലോ നിങ്ങള്, കോലമല്ലേ വരയ്ക്കുക, നിങ്ങൾ പൂക്കൾ കൊണ്ടാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. അവർക്ക് ഇതൊക്കെ ഒരു ആശ്ചര്യമാണ്. കാരണം നമ്മളുടെ സംഭവം അവരുടെ സംഭവം ഒക്കെ എൻറ്റയർലി ഡിഫറെന്റ് ആയതുകൊണ്ട് അവരെപ്പോഴും ഇങ്ങനെ അഡ്മയർ ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങൾ മലയാളീസ് അങ്ങനെ, നിങ്ങളുടെ മല്ലൂസ് അങ്ങനെ പറഞ്ഞിട്ട് ഭയങ്കര അഡ്മയർ ആയിരിക്കും. സോ അങ്ങനെയൊക്കെയാണ് എന്റെ ഓണം മെമ്മറീസ്. ഓക്കെ ദർശ, വെരി ഗുഡ്. ശിശ, വെരി ഗുഡ്. അപ്പൊ ഏതാണ്ട് അതൊക്കെ നമ്മുടെ ദർശന ഇവിടുന്ന് ശരിവെക്കുന്നുണ്ടായിരുന്നു. യെസ്, രണ്ടുപേരും ഈ ഒരു കാര്യത്തിൽ സമാന ചിന്താഗതിക്കാരാണ്, സമാന ജീവിതാവസ്ഥ. ഞാൻ ബാംഗ്ലൂരിലായതുകൊണ്ട് എനിക്ക് അറിയാം സാർ. ശിശിര ചേച്ചി പറയുന്നത് എല്ലാം കറക്റ്റാ. ഞാൻ 6-7 വർഷമായിട്ട് ഇവിടെയാ. അതിനോട് ഓണത്തിന് എനിക്ക് പോകാനേ പറ്റില്ല നാട്ടിലേക്ക്, എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് പിള്ളേരുടെ. വെരി ഗുഡ്. ദെൻ ഇനി ആർക്കെങ്കിലും ഓണത്തെ കുറിച്ചുള്ള സാർ ഞാൻ പറയട്ടെ? ഓക്കെ, പറയൂ മായ. അഡ്വാൻസ് ഹാപ്പി ഓണം സാർ. യെസ്, ഹാപ്പി ഓണം ടു ഓൾ. പിന്നെ എന്റെ ഇവിടെ നാട്ടുപ്രദേശമാണ്. ഉദയഗിരി, കണ്ണൂര്. അവിടെയൊക്കെ ഓണത്തിനൊക്കെ ഒരുപാട് പരിപാടിയൊക്കെ ഉണ്ടാവുമായിരുന്നു. ഇപ്പോഴില്ല, കുറെ വർഷമായി അതൊക്കെ നിർത്തിവെച്ചു. പണ്ടൊക്കെ ഭയങ്കര പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു, വടംവലി അങ്ങനെയുള്ള. അപ്പൊ ആ ഒരു ദിവസത്തിനായിട്ട് ചിങ്ങം തുടങ്ങുമ്പോഴേ നമുക്കൊക്കെ ഓണമാണ് പണ്ട്. ഇപ്പൊ അങ്ങനെ ഒന്നുമില്ല. ഇപ്പം തിരുവോണം മാത്രമാണ് എല്ലാരും അതിലൊതുങ്ങിപ്പോയി. പണ്ടൊക്കെ നമുക്ക് ഓണം എന്ന് കേൾക്കുമ്പോഴത്തേന് 10 ദിവസം അത്തപ്പൂവൊക്കെ ഇടുന്നു, ഭയങ്കര അടിപൊളിയായിരുന്നു. പിന്നെ പരിപാടിയൊക്കെ ആയിരുന്നു. ഇപ്പൊ അതൊക്കെ മാറി, എല്ലാവരും ബിസിയായി. പണ്ട് ഒരുപാട് എല്ലാരും ഒത്തുകൂടുമായിരുന്നു, ബന്ധങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെ ഒരു ബന്ധങ്ങളൊന്നുമില്ല. എല്ലാരും അവരവരുടെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നില്ല. ഇപ്പൊ എന്റെ കുട്ടിയൊക്കെ ആണെങ്കിൽ ആ തിരുവോണം മാത്രമേ കൂടിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം
സാധാരണ ദിവസം പോലെ തന്നെ. ഓക്കെ ഓക്കെ, ശരിയാണ് മായ പറഞ്ഞത്. എല്ലാവരും മെക്കാനിക്കായി. ഓക്കെ 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 ഓക്കെ. യെസ്, ഇനി ആർക്കെങ്കിലും ഓണത്തെ കുറിച്ചുള്ള ഓർമ്മകളുണ്ടോ? യെസ്, ആർക്കെങ്കിലും ഓണത്തെ കുറിച്ച് പഴയകാല ഓർമ്മകൾ? ഇല്ല അല്ലെ? വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഇനി ഓണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പാട്ടോ ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ പാടാം. യെസ്, പാട്ടൊക്കെ വിജയവാനും അഞ്ചിന്റെ കയ്യിലൊന്നുമില്ലേ? ഞാൻ ഉണ്ട് പാടാം സാർ. sir. ആ ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞ് ശിശിരിലോട്ട് വരാം. അഞ്ചര സ്റ്റാർട്ട് ചെയ്തോളൂ. ശിശിര ചേച്ചി പാടിയിട്ട് പാടാം. ആ എന്നാ ഓക്കെ, എന്നാ അങ്ങനെ അല്ല, 5:30 പാടിക്കോ, 5:30 പാടി കഴിഞ്ഞ് ഞാൻ പാടാം. വേണ്ട വേണ്ട, ഞാൻ നോക്കിയില്ല. ഓക്കെ, ഞാൻ പാടാം. ഐ ട്രൈ. എനിക്ക് സൗണ്ട് ഒന്നും അത്ര ക്ലിയർ ഒന്നല്ല, എന്നാലും പാടി നോക്കാം. എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണേ. ഇതൊക്കെ ഞങ്ങൾ പരിഹരിക്കില്ലേ? യെസ്, ഇതൊക്കെ വെറുതെ പറയുന്നതാ. പാടുമ്പോൾ നന്നായിട്ട് കേൾക്കും. പിന്നെ എന്താ ഒരു മുൻകൂറിയാമ്പ് എടുത്ത് നോക്കും. ഞങ്ങൾക്കറിയാം. യെസ്, ഓക്കെ സർ. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. മാവിൻ കൊമ്പേറും ഒരു പൂവാലിക്കുയിലേ മാവേലി തമ്പ്രാന്റെ വരവായ ചൊല്ല്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. താങ്ക് യു സർ. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ശിശിര, ഓണവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സംഗതിയാണ് ശിശിര പാടിയത്. ഓക്കെ, അഞ്ജന. മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കും മുട്ടില്ലതാനും. കള്ളവുമില്ല ചതിയുമില്ല എള്ളോളമില്ല പുളിവചനം. കള്ളപ്പറയും ചെറുനാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല. മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആദികൾ വ്യാധികളൊന്നുമില്ല ബാലമരണങ്ങൾ കേൾപ്പാനില്ല ദുഷ്ടരെ കൺകൊണ്ടു കാൺമാനില്ല നല്ലവരല്ലാതെ ഇല്ല പാരിൽ ഇല്ല പാരിൽ. മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തെന്നാർക്കും മുട്ടില്ല താനും. താങ്ക് യു സർ. ഓക്കെ 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 അഞ്ജന, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, ഇനി ആർക്കെങ്കിലും? ഞാൻ ഇനി അവസരം തന്നില്ല എന്ന് പറയരുത്. യെസ് സർ, ഞാൻ എന്റെ മോനെ കൊണ്ട് പാടിച്ചോട്ടെ 2 വരി. കണ്ടിന്യൂ കണ്ടിന്യൂ കണ്ടിന്യൂ. ഓക്കെ 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 ഓക്കെ. പാടിക്കും. കേരളം
കേറിക്കൊട്ടുയരുന്ന കേരളം, കേളി കദംബം പൂക്കും കേരളം, കേളകിളി സദനമം എൻ കേരളം. കേരളം കേരളം കേളിക്കൊട്ടുയരുന്ന കേരളം, കേളി കദംബം പൂക്കും കേരളം, കേളകിളി സദനമം എൻ കേരളം. താങ്ക് യു സർ. Okay, sit. Yes. അന്നൊരു പേര് പറഞ്ഞതാണ് ഞാൻ. നിരഞ്ജൻ. നിരഞ്ജൻ. Yes. നിരഞ്ജൻ, very good. Yes. ഇനി ആർക്കാണ്? സാർ Yes, അബിത. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പാടാൻ അറിയില്ല. Yes, sit. പാടാൻ അറിയില്ല. ഒന്ന് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കി. ആദ്യമായിട്ടാണ് ഒരു സദസ്സില് പാടുന്നത് ഇങ്ങനെ വേദി. Yes, okay. അതാണ് ടീച്ചർമാർക്ക് വേണ്ടത്. എന്തോരം പാടാൻ കിടക്കുന്നത് എന്റെ അബിത. ടീച്ചറായിട്ട് ജോലി കിട്ടിയ കുട്ടികളുടെ മുമ്പിൽ പാടേണ്ടി വരും. കുട്ടികൾ വന്ന് അബിതയുടെ ചെവിട്ടിൽ വന്ന് പാടും. ടീച്ചറിനോട് മാത്രം പാടി കേൾപ്പിക്കാന്ന് പറയും. ഇതൊക്കെ ഇനി ഒരുപാട് ദൂരം പോകാനുള്ളതാ. ഓക്കെ ഓക്കെ സാർ. തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി, തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി, ഹൃദയങ്ങൾ സാർ എത്ര അറിയണം? മതി. ഞാൻ അബിതയുടെ മനസ്സിനെ അഭിനന്ദിക്കുന്നു. കാരണം പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ലേ? വെരി ഗുഡ്. ആദ്യമായിട്ടാണ് സാർ. ആദ്യമായിട്ടാണ്. ഓക്കെ, ഇനി ഇവിടെ നിന്ന് ശീലമായിക്കോളാം. ഒന്നും പാടിയിട്ടില്ല, എവിടെയും പാടിയിട്ടില്ല, ആദ്യമായിട്ടാണ്. ഓക്കെ. വെരി ഗുഡ്. നമ്മളിവിടെ MT23 കുടുംബാംഗങ്ങളായുള്ളൂ. അതുകൊണ്ടാണ് പാടിയത്. നമ്മുടെ കേൾക്കണുള്ളൂ, അതുകൊണ്ടാണ്. ഓക്കെ. സാറേ, എന്റെ മോളൊരു പാട്ട് പാടിക്കോട്ടെ? പാടിക്കോട്ടെ. അഞ്ജന മ്യൂട്ടാണ് കേട്ടാ. അഞ്ജന മ്യൂട്ടാണ്. അൺമ്യൂട്ട് ചെയ്യും. പൊടിയൂടത്തല്ലോ ഉണ്ണി താടി മടിഞ്ഞല്ലോ, തൊട്ടുതാഴെ വരുന്നുണ്ടോ ചുറ്റിനിരിക്കാന്, സന്ധ്യ വരുന്നുണ്ടേ ഉണ്ണി പന്ത് കളിക്കണ്ടേ. അവിടെ പേരെന്താണ്? പേര് പറ. പൊന്നു. പൊന്നു അടിപൊളിയായിരുന്നു. അച്ചോട പൊന്നു. ഓക്കെ. വെരി ഗുഡ്. ഹാപ്പി ഓണം. ഓക്കെ, ഹാപ്പി ഓണം. വെരി ഗുഡ്. യെസ്. അമ്മ നന്നായിട്ട് പാടുന്നതാണല്ലോ. അപ്പൊ മകളെ പാട്ടൊക്കെ പഠിപ്പിച്ച് റെഡിയാക്കി എടുത്തോ. യെസ്. ഓക്കെ. യെസ്. ഇനി ആർക്കാണ്? യെസ്. ഓക്കെ, ആരുമില്ല. ചിഞ്ചു, ആർ യു റെഡി? അപ്പൊ നമുക്ക് ആരുമില്ലെങ്കിൽ നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. യെസ്. അപ്പൊ ഞാന് ഒരു കാര്യം ഇതിനകത്ത് പറയുന്നു. നമുക്ക് എപ്പോഴും ടീച്ചർമാരാവാൻ പോകുന്നവരെപ്പോഴും പറഞ്ഞോളൂ. സഫല. ഞാനൊരു ഹലോ പറഞ്ഞോളൂ സഫല. സാർ കേക്കാമോ? അല്ല, ഞാനൊരു ഓണപ്പാട്ട് പാടാൻ വേണ്ടി. ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവേ, നിന്നെ തഴുകാനായി കുളിർക്കാറ്റിൻ കുഞ്ഞിക്കൈകൾ, ഓണവില്ലേലൂഞ്ഞാലാടും വണ്ണാത്തിക്കിളിയെ, നിന്നെ പുൽകാനായി കൊതിയൂറും മാരിക്കാറും. ഇത്രേ ഉള്ളൂ സാർ, ഞാനിപ്പൊ പഠിച്ചതാ. അപ്പൊ ആ സഫനയുടെ മനസ്സിനെ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഇപ്പൊ പഠിച്ചിട്ട് ഇപ്പൊ തന്നെ ചൂടാറുന്നതിന് മുമ്പ് പറയാം.
യെസ്, ഓക്കെ 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 ഓക്കെ. താങ്ക് യു സർ. വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, ഞാൻ നേരത്തെ പറയാൻ പോയൊരു കാര്യം ഇതായിരുന്നു. നമ്മള് ഓണവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇപ്പോ പഞ്ചന തന്നെ ആദ്യം ആ ഓണത്തിന്റെ ഹിസ്റ്ററി പറഞ്ഞു. അപ്പോ ഇതൊരു എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചോണ്ട് നമ്മൾക്ക് പരിചയമുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു കഥ പറയുമ്പോൾ അതിൻ്റെ അകത്ത് എപ്പോഴും ഒരു വ്യത്യസ്തത കൊണ്ടുവരാറുണ്ട്. അതെപ്പോഴും എന്ത് ചെയ്യുക, ടീച്ചർമാർക്ക് അത് കുറിച്ച് എന്ത് വിഷയമായിക്കോട്ടെ, നിങ്ങൾ എന്ത് വിഷയത്തെ കുറിച്ച് അവതരിപ്പിക്കുമ്പോഴും ചിന്തിക്കുക, ഇതെല്ലാവരും അറിയാം, ഇതെല്ലാവർക്കും പറയുകയും ചെയ്യും. പക്ഷെ ഇതിൻ്റെ അകത്ത് എങ്ങനെ നമുക്കൊരു ചേഞ്ചസ് കൊണ്ടുവരാൻ, ഒരു വേറിട്ട ചിന്ത അതിൻ്റെ അകത്ത് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും, അതെപ്പോഴും ശ്രദ്ധിച്ചോളൂ. അതാണ് ശ്രദ്ധിക്കപ്പെടും, അതെപ്പോഴും ശ്രദ്ധിക്കപ്പെടും. ഞാൻ എക്സാമ്പിൾ പറയുന്നത്, ഇപ്പോ അഞ്ജലി കഥ പറഞ്ഞു, മഹാബലിയുടെ കഥ പറഞ്ഞു. ആ കഥയുടെ ഇടയ്ക്ക് നമുക്കൊരു ചോദ്യം ചോദിക്കാം. അപ്പോ ആ മഹാബലിയെ വാമനൻ പാതാളത്തിലേക്ക് ചവിട്ടി താത്തി. അപ്പൊ നമ്മളൊരു ചോദ്യോടെ മുന്നോട്ട് വയ്ക്കുക. എന്നിട്ട് അതിനെ സമകാലീന വിഷയവുമായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തുക. ആ ചോദ്യം ഇതാണ്, എന്ത് തെറ്റ് ചെയ്തിട്ടാണ് മഹാബലി പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി? സാർ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഞാൻ ഏത് സമയത്ത് ഈ കഥ എനിക്ക് കേൾക്കുമ്പോ എനിക്കത് ഡൈജസ്റ്റ് ആവില്ല. കാരണം അദ്ദേഹം നല്ലൊരു മനുഷ്യനായിരുന്നു. മഹാബലി പറയുന്ന ഒരു വ്യക്തി, അതൊരു നല്ലൊരു ആരും ആവട്ടെ, ഒരു രാക്ഷസ രാജാവാണെന്നാണ് പറയുന്നത്, ഓക്കെ വാട്ടെവർ. ബട്ട് അയാള് നല്ല നന്മകൾ ചെയ്യുന്ന ഒരു ആളായിരുന്നു. ആൾക്കാർക്കൊക്കെ നല്ല ദാനധർമ്മങ്ങളും എല്ലാം നല്ല രീതിയിൽ നാട് ഭരിച്ചിരുന്നൊരു രാജാവായിരുന്നു. സോ അങ്ങനെയുള്ള രാജാവിനോട് അസൂയ എന്നുള്ളൊരു സംഭവം ദേവന്മാർക്ക് വരികയും അത് എന്നിട്ട് മഹാവിഷ്ണുവിനോട് ദേവന്മാരൊക്കെ കൂടി പോയി പരാതി പറയുകയൊക്കെ ചെയ്തിട്ട് മഹാവിഷ്ണു വാമന അവതാരം എടുത്ത് ഈ എന്താണ് ഇതിന്റെ, എനിക്ക് ലോജിക്ക് ഇപ്പൊ ഓണം ആഘോഷിക്കുകയാണെങ്കിൽ പോലും എനിക്ക് അതിന്റെ ലോജിക്കിലോട്ട് പോകാൻ കഴിയുന്നില്ല. കാരണം നന്മ ചെയ്ത ഒരാളെ പാതാളത്തിലോട്ട് ചവിട്ടി താത്തുക എന്ന് പറഞ്ഞാല് അതിപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയമാണല്ലോ കലികാലത്തില്. സോ ഡേ ടു ഡേ ലൈഫിൽ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണല്ലോ. സോ അതിനെ എനിക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ കഴിയില്ല. ദൈവമാണെങ്കിലും ആ ചെയ്തത് തെറ്റാണ്. എന്റെ വ്യൂ പോയിന്റിൽ ആ ചെയ്തത് തെറ്റാണ്. ഓക്കെ ഓക്കെ. അല്ല, ഞാൻ പറഞ്ഞു വന്ന കണ്ടാ, അതായത് ഞാൻ പറഞ്ഞ അതേ പോയിന്റാണ് ശശിയുടെ എടുത്തിട്ടുള്ളത്. അതായത് നമ്മൾ ചോദ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ്. ഈ കഥ പറഞ്ഞു ഇവിടെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു ചോദ്യം ചോദിക്കുകയാണ്, എന്ത് തെറ്റാണ് പാതാളത്തിലേക്ക് പോകാൻ മഹാബലി ചെയ്തത്? അദ്ദേഹം ഇപ്പൊ ശശിനെ പറഞ്ഞതുപോലെ അയാൾ കുറ്റം ചെയ്തിട്ടില്ല, നന്നായിട്ട് വിദ്യല്ല. എന്നിട്ട് നമ്മൾ അതിന് സമകാലീന വിഷയവുമായിട്ട് ബന്ധപ്പെടുത്തും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്ത് നന്മ ചെയ്തു കഴിഞ്ഞാലും നിങ്ങളെ കാത്തിരിക്കുന്നത് ഒരു മുൻകിരീടമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ അങ്ങനെ 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 കണക്ട് ചെയ്താണ് പോവാം. അങ്ങനെ ഒരു ചിന്ത. അപ്പൊ നമുക്ക് കോമൺ ആയ കഥയാണ്. എപ്പോഴും അതിൻ്റെ അകത്ത് എപ്പോഴെങ്കിലും ഒരു സാധനം കിടക്കുന്നുണ്ടാവും. ആ സാധനത്തിലൂടെ പിടിച്ചങ്ങനെ കയറിപ്പോഴും അത് എപ്പോഴും നിങ്ങൾക്ക് ഗുണം ചെയ്യും. രണ്ടാമതൊരു കാര്യം കൂടി അത് പറയാം. അതായത് ഇദ്ദേഹം വാമനം വന്നു കഴിഞ്ഞപ്പോ ഓക്കെ 3 അടി മണ്ണ് വേണമെന്ന് പറഞ്ഞപ്പോ ഓക്കെ പറഞ്ഞു. അത് ഒരു കോൺഷ്യസ്നെസ് ഇല്ലായ്മയാണ്. ആരെന്ത് പറഞ്ഞാലും എല്ലാത്തിനും മേസ് പറയരുത് എന്ന ഒരു ചിന്ത, അതാണ് അദ്ദേഹത്തിന് കൊണ്ടുവന്നത്. നോ പറയേണ്ടിടത്ത് നോ പറഞ്ഞില്ല. എന്നിട്ട് നമ്മൾ അതിനെ കണക്ട് ചെയ്യാം. എന്ത് സമകാലീന ജീവിതത്തിൽ അതിന് മഹാബലി ഒരിക്കലും നോ പറയാത്തൊരു വ്യക്തിയാണെന്ന് മാമന് അറിയാം. സോ എന്ത് ചോദിച്ചാലും കൊടുക്കുന്ന ഒരു രാജാവാണ്. അപ്പൊ നോ ഒരിക്കലും പറയില്ല. അത് പറഞ്ഞ അയാളുടെ സത്യസന്ധതയെ ചോദ്യം ചെയ്യുന്ന രീതിയിലാവൂലോ. അപ്പൊ ഒരിക്കലും അദ്ദേഹം അങ്ങനെ പറയില്ല എന്ന് വാമന് നന്നായി അറിയാം, ദേവന്മാർക്കും അറിയാം. അത് ശരിക്കും പറഞ്ഞ അതൊരു എന്താ പറയുക, ക്രൈമാണ് ആ കാണിച്ചത്. അപ്പൊ നമ്മൾ ഓക്കെ ഈ കഥ പറഞ്ഞിട്ട് ഇതിന് നമ്മളൊരു വേർഷം കൊടുക്കുന്നു. ഇങ്ങനെ സംഭവിക്കാം. ഈ കർണനെ കുറിച്ചും പറയുന്നില്ലേ, കർണനെ കുറിച്ചും പറയുന്നതുണ്ട്. കർണൻ വളരെ ദാനധർമ്മം ചെയ്ത ആളാണ്. പക്ഷെ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും കൊടുക്കുന്ന ദാനധർമ്മം തന്നെയാണ് പുള്ളിയുടെ നാശത്തിന് കാരണമാകുന്നത്. യെസ്. അപ്പൊ എപ്പോഴും പ്രതിസന്ധികൾ വരുമ്പോഴാണ് നമ്മള് ജീവിതത്തിൽ പലരെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്. ഈ കർണനെ
ഇത് ഞാൻ പറഞ്ഞത് കറക്റ്റ് ഇങ്ങനെ ഞാൻ ഈ വിഷയത്തിലോട്ട് വരാം. അപ്പൊ ഇപ്പോഴും നമ്മൾ എന്തൊരു കോമൺ ആയിട്ട് അറിയാവുന്ന സ്ഥാനം പറയുമ്പോൾ അതിന്റെ ഒരു സാധന ഒരു പോയിന്റ് എടുക്കുക. യെസ്, എന്നിട്ട് നമ്മൾ കഥയ്ക്ക് ഞാൻ എന്നിട്ട് അതിനെ അങ്ങോട്ട് ബേസ് ചെയ്ത് അതിന് സമകാലീന രാഷ്ട്രീയ സാമൂഹിക വിഷയവുമായിട്ട് കണക്ട് ചെയ്ത് അങ്ങനെ പോയി കഴിയുമ്പോൾ ആളുകൾക്ക് ഒരു വ്യത്യസ്തത തോന്നും. യെസ്, അവരതങ്ങനെ കേട്ടിരിക്കും. യെസ്, ഈ കഥനെ കുറിച്ച് പറഞ്ഞപ്പോഴേ ഈ നീതിബോധം എന്ന് പറയുന്ന ഒരു സംഗതി, നീതിബോധം, അതായത് എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുക. യെസ്, ഈ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. പാണ്ഡവന്മാരും കൗരവന്മാരും തമ്മിലുള്ള യുദ്ധം ആരംഭിക്കാം, കുരുക്ഷേത്ര യുദ്ധം ആരംഭിക്കും. യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് യുദ്ധത്തിൻ്റെതായ നിയമങ്ങളുണ്ട്. രാവിലെ മുതല് വൈകുന്നേരം ശംഖ് വിളിക്കുന്നത് വരെ യുദ്ധം ചെയ്യാം. അത് കഴിഞ്ഞാൽ പിന്നെ യുദ്ധമില്ല. പിന്നെ രാത്രി യുദ്ധം വരുന്നുണ്ട് മഹാഭാരത യുദ്ധത്തിൽ. അത് കഴിഞ്ഞതിന് ശംഖ് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ യുദ്ധമില്ല. ആ സമയത്ത് ഇപ്പുറത്തുള്ള ആളുകൾക്ക് അപ്പുറത്ത് മരിച്ചു കിടക്കുന്ന ആളുകളെ പോയി എടുത്തുകൊണ്ട് വരാൻ സംസ്കരിക്കാം, അപ്പുറത്തുള്ളവർക്ക് ഇപ്പുറത്ത് വരാം, ഇപ്പുറത്ത് മരിച്ചു കിടക്കുന്ന യോദ്ധാക്കൾ എടുത്തുകൊണ്ട് പോകാൻ സംസ്കരിക്കാം. അങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നു. അപ്പൊ അത് ഒരു നിയമമായിരുന്നു. പിന്നെ മറ്റൊരു നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൗരവ പക്ഷത്ത് ആനപ്പുറത്തിരിക്കുന്ന ഒരാള് പാണ്ഡവ പക്ഷത്ത് ആനപ്പുറത്തിരിക്കുന്ന ഒരാളുമായിട്ട് യുദ്ധം ചെയ്യാമോ? അല്ലാതെ ആനപ്പുറത്തിരിക്കുന്ന ഒരാൾ താഴെ ഒരാളെ കൊണ്ടാകുമ്പോൾ കൊണ്ടൊരു കുത്തുവെച്ച് കൊടുക്കാൻ പാടില്ല. അത് യുദ്ധ നിയമത്തിന് വിരുദ്ധമാണ്. ഇപ്പുറത്ത് കുതിരപ്പുറത്തിരിക്കുന്നവൻ അപ്പുറത്ത് കുതിരപ്പുറത്തിരിക്കുന്നവനോട് യുദ്ധം ചെയ്യാം, ആനപ്പുറത്തിരിക്കുന്നവൻ അപ്പുറത്ത് ആനപ്പുറത്തിരിക്കുന്നവൻ. പ്രത്യേകമായിട്ടൊരു കാര്യം പറയുന്നത്, യുദ്ധത്തിന്റെ ഇടയ്ക്ക് ആയുധം നഷ്ടപ്പെട്ടാൽ യുദ്ധം ചെയ്യാൻ പാടില്ല. ആയുധം നഷ്ടപ്പെട്ടവരോട് യുദ്ധം ചെയ്യരുത്. അവിടെ ആയുധം എടുക്കാനായിട്ടുള്ള സമയം കൊടുക്കണം, എന്നിട്ട് യുദ്ധം ചെയ്യണം. ആയുധം നഷ്ടപ്പെട്ടവനോട് നിരായുധനോട് ഒരിക്കലും യുദ്ധം ചെയ്യരുത്. വ്യക്തമായ നിയമമാണ് യുദ്ധത്തിന്റെ. ഇതൊക്കെ ധാരണയുണ്ട്. ഓക്കെ, ഇനി കഥ പറയാം. അപ്പൊ അങ്ങനെ പാണ്ഡവന്മാരും കൗരവന്മാരും തമ്മിലുള്ള യുദ്ധം നടക്കുന്നു. കൗരവ പക്ഷത്തുള്ള ഭീഷ്മര് വീണു, ഭീഷ്മര് മരിച്ചു. അപ്പൊ ഇനി കൗരവ സേനയെ ആര് നയിക്കും എന്നുള്ളത് ഒരു ചിന്തയായിരുന്നു. അപ്പൊ ലാസ്റ്റ് പറഞ്ഞത് കർണനെ ഏൽപ്പിക്കാം. കർണൻ കൗരവ പക്ഷത്ത് നിൽക്കുന്ന ആളാണ്. കർണൻ വില്ലാളി, വീരനാണ്, യോദ്ധാവാണ്, എല്ലാമാണ്. അപ്പൊ അതുകൊണ്ട് കർണനെ ഏൽപ്പിക്കാൻ തോന്നി. അങ്ങനെ കർണനാണ് പിന്നീട് കൗരവ സേനയുടെ കമാൻഡർ ഇൻ ചീഫ്, സേനാ നായകനായിട്ട് വരികയും യുദ്ധത്തെ നയിക്കുകയും ചെയ്തു. അപ്പൊ കർണന്റെ ആ യുദ്ധപാഠവും കഴിവും കണ്ടതിന്റെ മുമ്പില് കൗരവ സേന ഇങ്ങനെ വിജയിച്ചു വരികയാണ്. ഓരോ ദിവസം കഴിയുന്നതോടും പാണ്ഡവ പക്ഷത്തുള്ള ആളുകൾ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോ അർജുനനും ശ്രീകൃഷ്ണനും പിന്നെ പാണ്ഡവരുടെ ബാക്കിയുള്ള ആളുകൾ എല്ലാവരും കൂടി ഒന്ന് ആലോചിച്ചു, എങ്ങനെയെങ്കിലും കർണനെ കൊല്ലണം. കർണനെ കൊല്ലാതെ ഒരു രക്ഷയില്ല. കർണനെ കൊന്നെങ്കിലും മാത്രമേ നമുക്ക് യുദ്ധം ചെയ്യാൻ പറ്റുള്ളൂ. ഏത് വിധേനയും കർണനെ കൊല്ലണം. ഈ കണക്കിന് പോയാൽ കൗരവര് വിജയിക്കുകയും പാണ്ഡവര് തോൽക്കുകയും ചെയ്യും. ഇതാണ് അവർക്ക് ഉണ്ടായിരുന്ന സംഗതി. അപ്പൊ കർണനെ കൊല്ലാനായിട്ട് പാണ്ഡവര് പഠിച്ചവിടെ 18 നോക്കിയിട്ടും കർണന്റെ അടുത്തെത്താൻ പറ്റുന്നില്ല. കർണൻ യുദ്ധക്കളത്തില് എന്താ പറയാ അർമാദിക്കായിരുന്നു പുള്ളി. യെസ്, അങ്ങനെ പുള്ളി ഒരു യുദ്ധക്കളത്തിൽ ഇങ്ങനെ തേരോടിച്ചു വരുമ്പോഴാണ് കർണന്റെ ചക്രം ഒരു ചെളിയിൽ കൊണ്ടുപോകുന്നത്. ചെളിയിൽ കൊണ്ടുപോകുമ്പോ കർണൻ തേരാളിയോട് പറയുന്നുണ്ട്, ആ ചക്രം പൊക്കാൻ പറയുന്നുണ്ട്. അപ്പൊ തേരാളി പറയും, അത് എന്റെ ജോലിയല്ല, നീ സൂതപുത്രനാണ്, അതുകൊണ്ട് നിന്റെ ജോലിയാണ് അതൊക്കെ, ഞാൻ ചെയ്യില്ല എന്ന് പറയുന്നു. അപ്പൊ കർണൻ എന്ത് ചെയ്തു? തന്റെ അമ്പും വില്ലും ആയുധങ്ങളെല്ലാം ആ രഥത്തിൽ അയച്ചു വെച്ചിട്ട് താഴെ വന്ന് താഴെ ഇറങ്ങി ആ രഥത്തിന്റെ ചക്രം ചെളിയിൽ നിന്ന് പൊക്കുകയാണ്. ഇത് കാണുന്ന ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് പറയുകയാണ്, അർജുന, ഇതിലും നല്ലൊരു അവസരം ഇപ്പിടി കിട്ടാനില്ല, കർണന്റെ നേരെ അമ്പയക്കുക എന്ന് പറയുന്നു. യെസ്, അത് കേൾക്കുന്ന കർണൻ ഭഗവാനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അല്ലയോ കൃഷ്ണ, ഏത് നീതിബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് നീ
നിരായുധനായ എന്നോട് എന്റെ നേരെ അസ്ത്രം പ്രയോഗിക്കാൻ അർജുനനോട് പറയുന്നത്. കറക്റ്റ് വേർഡാണ് കർണൻ ചോദിക്കുന്നത്. ഏത് നീതിബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിരായുധനായ നിൽക്കുന്ന എന്റെ നേരെ അസ്ത്രം പ്രയോഗിക്കാനായിട്ട് നീ അർജുനനോട് പറയുന്നത്? അത് കറക്റ്റാണ് അല്ലേ? നമ്മൾ നോക്കുമ്പോൾ തോന്നും കറക്റ്റ് അല്ലേ? കർണന്റെ കയ്യിൽ ആയുധമില്ല, ആയുധമില്ലാണ്ട് നിൽക്കുന്ന ഒരാളോട് എങ്ങനെയാണ് ഇത് ചെയ്യാൻ എന്ന് ഭഗവാൻ പറയല്ലേ. പക്ഷേ നമ്മൾ ആ കഥ വായിച്ചു കിട്ടുമ്പോൾ അതിൻ്റെ അകത്ത് അതിന് കൃഷ്ണൻ കൊടുക്കുന്നൊരു മറുപടി, അത് നല്ല കിടുക്ക മറുപടിയാണ്. യെസ്, ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോഴേക്ക് വളരെയധികം ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയത്. അപ്പോ ഭഗവാൻ കൃഷ്ണൻ കർണനോട് പറയുന്നു, അല്ലയോ കൃഷ്ണ, പണ്ട് ഹസ്തിനപുരിയിലെ കൊട്ടാരത്തില് പാഞ്ചാലി എന്ന് പറയുന്ന സ്ത്രീയുടെ വസ്ത്രം വലിച്ചു കയറിയപ്പോ ആ സഭയില് നീയും അന്നുണ്ടായിരുന്നില്ലേ? നീ ഈ പറയുന്ന നീതിബോധം നിനക്കന്ന് എവിടെയായിരുന്നു? ഒരു സ്ത്രീയുടെ വസ്ത്രമാണ് വലിച്ചു കയറുന്നത്, നീ അന്ന് തടഞ്ഞില്ലല്ലോ. നീ ഈ പറയുന്ന നീതിബോധം നിനക്കന്ന് എവിടെയായിരുന്നു? യെസ്, അരക്കില്ലത്തിലിട്ട് പാണ്ഡവരെ ചുട്ടുകൊല്ലാനായിട്ട് ദുര്യോധനന്റെ കൂടെ കൂട്ടുവന്നത് നീയല്ലേ? അന്ന് നിന്റെ ഈ നീതിബോധം എവിടെയായിരുന്നു? ഭീമനെ നദിയിലേക്ക് എറിഞ്ഞ് മുതലയെ കൊണ്ട് തീറ്റിച്ച് അവനെ കൊല്ലാൻ വേണ്ടിയിട്ട് ദുര്യോധനന്റെ കൂടെ കൂട്ടുവന്നത് നീ തന്നെ ആയിരുന്നില്ലേ? അന്ന് നിന്റെ നീതിബോധം എവിടെയായിരുന്നു? സ്വന്തം ജീവിതത്തിൽ നീ പാലിക്കാത്ത നീതിബോധം. നിനക്കൊരു പ്രതിസന്ധി വരുമ്പോൾ മറ്റുള്ളവർ നിന്നോട് പാലിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നത് ഏത് നീതിബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ്? കലക്കം മറുപടിയത്. അപ്പൊ വേറെ ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലും ചെയ്യണമെന്ന് നമ്മൾ പറയുമ്പോൾ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മളും അത് ചെയ്തിട്ടുള്ളവരായിരിക്കും. യെസ് അല്ലെ? അവനവൻ കുഴിക്കുന്ന കുഴികളിൽ തന്നെ അവനവൻ വീഴും. ഈ കർണനെ കുറിച്ച് പറയുന്ന വേറൊരു കേസും കൂടി ഉണ്ട്. ഈ കർണന്റെ രഥം താഴ്ന്നു പോകാനായിട്ടുണ്ടാവുന്ന കാരണം, അതായത് ഈ കൃഷ്ണൻ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ഒരു യുദ്ധത്തെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ യുദ്ധത്തെ കുറിച്ച് പറഞ്ഞ് പാഞ്ചാലിയോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അപ്പൊ പാഞ്ചാലി അതൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ട് ഇങ്ങനെ കിടക്കും. അപ്പോ അതിനകത്ത് പറയും, ദ്രോണരെ പത്മവ്യൂഹം ചമയ്ക്കും. പത്മവ്യൂഹം ഒരു യുദ്ധത്തിന് സൈന്യത്തിന് പ്രത്യേക രീതിയിൽ കൊണ്ടുവരാണ്. അത് എങ്ങനെ ഭേദിച്ച് അകത്ത് കിടക്കാം എന്നുള്ളത് കൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് ദ്രൗപദി മൂളിക്കൊണ്ടിരിക്കുന്നുണ്ട്. യെസ്, കുറച്ചു നേരം കഴിഞ്ഞപ്പോ കൃഷ്ണൻ നോക്കിക്കഴിഞ്ഞപ്പോ ദ്രൗപദി അല്ല മൂളുന്നത്, ദ്രൗപദിയുടെ വയറ്റിൽ കിടക്കുന്ന കൊച്ചാണ് മൂളുന്നത്. ദ്രൗപദി ഉറങ്ങിപ്പോയി. അപ്പൊ ഈ പറഞ്ഞത് മുഴുവൻ കേട്ടത് ആരാണ്? ദ്രൗപദിയുടെ അകത്ത് കിടക്കുന്ന അഭിമന്യു എന്ന് പറയുന്ന അർജുനന്റെ പുത്രനാണ് കേട്ടത്. അപ്പോ കുറച്ചു കഴിഞ്ഞപ്പോ കൃഷ്ണൻ നോക്കി കഴിയുമ്പോ ദ്രൗപദി ഉറങ്ങിപ്പോയി. ബാക്കി പുള്ളി പറഞ്ഞില്ല. അപ്പൊ എങ്ങനെ സാർ ദ്രൗപദി അല്ല സാർ, സുഭദ്രയാണ്. ഓക്കെ. അപ്പൊ എങ്ങനെ അകത്ത് കടക്കാം എന്നുള്ളത് പറഞ്ഞു. പക്ഷെ എങ്ങനെ പുറത്തേക്ക് കടക്കാം എന്നുള്ളത് പുള്ളി പറഞ്ഞില്ല. അതിനു മുമ്പ് ഉറങ്ങിപ്പോയതുകൊണ്ട് സൂചിപ്പിച്ചില്ല. അപ്പോ ഞാനിത് പറഞ്ഞു വരുന്നത് വേറൊരു കാര്യം കൂടി പറയാൻ വേണ്ടി, ഈ മഹാഭാരത കഥ നമ്മൾ വായിച്ചു വരുമ്പോൾ ഓരോ കഥയോടും ഇങ്ങനെ ലിങ്ക് ചെയ്തിട്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് പത്മവ്യൂഹം ഭേദിച്ച് ഈ അഭിമന്യു അകത്ത് കടന്നെങ്കിലും അഭിമന്യുവിന് പുറത്ത് കിടക്കാൻ പറ്റിയില്ല. അങ്ങനെ അകത്ത് പുള്ളി വെച്ച് മരണപ്പെടുകയാണ്. അങ്ങനെ മരിക്കാറായി കിടക്കുന്ന സമയത്ത് അഭിമന്യുവിന് കുറച്ച് വെള്ളം കുടി, മരിക്കാൻ പോയി വെള്ളം കുടിച്ചാൽ കൊള്ളാന്ന്. അപ്പൊ അഭിമന്യു വെള്ളം വേണ്ടി ചോദിക്കും. അപ്പോ കുറച്ചകലെ മാറി നിൽക്കുന്ന കർണന്റെ അരികത്ത് ചെറിയൊരു കുളമുണ്ട്. ആ കുളത്തിന്റെ അരികത്താണ് കർണൻ നിൽക്കുന്നത്. കർണന് വേണമെങ്കിൽ മരിക്കാൻ പോകുന്ന ആൾക്ക് അതിൽ കുറച്ച് വെള്ളം കൂടി കൊടുക്കാൻ വേണ്ടി. പക്ഷേ വെള്ളം അഭിമന്യു അതിൽ നിന്ന് കോരി കൊടുത്താൽ അത് ദുര്യോധനന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു? അധികം വെള്ളം കുടിച്ചില്ല. അധികം അങ്ങനെ അവിടെ തന്നെ നിന്നു. ഇതേ കുളം എന്ന് പറഞ്ഞില്ലേ, അതേ സ്ഥലത്ത് തന്നെയാണ്
ആരുടെ ചക്രത്താകുന്നു പോകുന്നത്? കർണന്റെ രഥത്തിന്റെ ചക്രത്താകുന്നു. അപ്പൊ അതിനകത്ത് ഒരു കാര്യം പറയുന്നുണ്ട്, അവനവൻ ചെയ്യുന്നതിന്റെ ഫലം അത് അവനവൻ തന്നെ ലാസ്റ്റ് അനുഭവിക്കേണ്ടി വരും. നിങ്ങളതൊക്കെ ഒരു പ്രാവശ്യം വായിച്ചിരിക്കുന്നുണ്ട്, ചുമ്മാ വെറുതെ ഫോർ ദ അക്കാഡമിക് ഇൻട്രസ്റ്റ്, പുസ്തകങ്ങളോടുള്ള ഒരു ഇഷ്ടത്തിന്റെ പേരിൽ ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് അതൊന്ന് വായിച്ചിട്ടുണ്ട്. യെസ്, ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഏതായിരുന്നു? അഞ്ജനയുടെ ആ ഒരു ഇതിൽ നിന്നാണ് നമ്മൾ ആരംഭിച്ചത്. എപ്പോഴും എന്ത് പറയുമ്പോഴും എപ്പോഴും ചെയ്യുക, ആരും പറയാത്തൊരു കാര്യം ഇതിനെ കുറിച്ച് എനിക്ക് പറയാം. അതായിരിക്കും എപ്പോഴും ടീച്ചർമാർ വ്യത്യസ്തരാക്കുന്നത്. അതായിരിക്കും ദാറ്റ് വിൽ ബി എ ഡിഫറൻസ്. അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെ നമ്മൾ ഔട്ട് നമ്മൾ എപ്പോഴും അപ്പൊ അവിടെ പറയണം, ദർശന ടീച്ചർ വേറെ ലെവലാണ്, മായ ടീച്ചർ വേറെ ലെവലാണ്, അല്ലെങ്കിൽ അഞ്ജന ടീച്ചർ വേറെ ലെവലാണ് എന്ന് അവർ പറയും. ഓക്കെ, എപ്പോഴും അത് ശ്രദ്ധിച്ചോളൂ. യെസ്, അത് എപ്പോഴും നിങ്ങൾക്ക് ഗുണം ചെയ്യും. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഓക്കെ, പിന്നെ ഒരു 12 മിനിറ്റും കൂടി ഇല്ല. ഇനി ആർക്കും വൈകി വന്ന ആർക്കെങ്കിലും ഓണത്തെ കുറിച്ച് പറയാനെങ്കിൽ ഒന്നുമില്ലല്ലോ? ഇല്ല അല്ലേ? യെസ്. അപ്പൊ ഞാൻ ഏതായാലും ഇനിയിപ്പോ നമുക്ക് ഏതായാലും ഓണം കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് തുടങ്ങാം. അപ്പൊ ഞാൻ വേറൊരു കാര്യം ചോദിക്കാം. യെസ്, ഞാൻ വുഡ് യു പ്ലീസ് എന്ന് പറഞ്ഞ സാറിന് നിങ്ങളോട് ചോദിച്ചാണ്, ഇല്ലല്ലേ? ഓക്കെ, അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യം പറയാം. യെസ്, അബിത. ഹലോ സാർ. എന്തൊക്കെയുണ്ട് വിശേഷം നാട്ടില്? നല്ല വിശേഷം സാർ. നല്ല വിശേഷം. വീട്ടിൽ എന്തെങ്കിലും പണിയൊക്കെ ചെയ്യുമ്പോ ഭർത്താവ് സഹായിക്കാറുണ്ട്? സാർ അത് ചോദിച്ചതാണല്ലോ. ചോദിച്ചിട്ട് ഞാനാ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ടിങ്, എന്നോടായിരുന്നു സാർ ചോദിച്ചത്. എന്നോട് സ്റ്റാർട്ടിങ് ചോദിച്ചതെന്ന്. വുഡ് യു പ്ലീസ്. അതങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ കേസ് എല്ലാം കറക്റ്റ് ആയിട്ട് വന്നല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഞാൻ ഇതിന്റെ അകത്ത് നോക്കിയപ്പോ ആദ്യത്തെ പേര് അഭിത കണ്ടപ്പോ, പിന്നെ എ എന്ന് പറയുന്ന അക്ഷരം കണ്ടു കഴിഞ്ഞപ്പോ ഫസ്റ്റ് ലെറ്റർ അല്ലേ എന്ന് വിചാരിച്ചു ചോദിച്ചു. എനിക്കിത് അത് മാത്രമല്ലേ ചോദിച്ചിട്ടുള്ളൂ, വേറൊന്നും ചോദിച്ചിട്ടില്ല. വുഡ് യു പ്ലീസ് ചോദിച്ചിട്ടുള്ളൂ. വുഡ് യു പ്ലീസ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഐ ഹാവ് വുഡ് യു പ്ലീസ് ചോദിച്ചിരുന്നില്ലേ? അത് ഞാൻ ഇതിന്റെ അകത്ത് രേഖപ്പെടുത്തില്ല. നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് ബയോഗ്രഫിയാണ് അല്ലേ? ഓക്കെ, അതാ പിന്നെ നമുക്ക് അടുത്തിലോട്ട് പോവുകയാണ്. ഇനി നമ്മൾ പറയുന്നത് വുഡ് യു പ്ലീസ്. അപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞു വുഡ് യു പ്ലീസ് വെച്ച് നമുക്ക് പറയാം ഹെൽപ്പ് മീ എന്നുള്ളത് വുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ. യെസ്, ഇനി നമ്മൾ വേറൊരു മോഡലാണ് സബ്ജക്റ്റ് പ്ലസ് പ്ലീസ്. നമ്മൾ ഒന്ന് ചെയ്യൂ, ഒന്ന് പറയൂ എന്നൊക്കെ പറയുന്ന ആ രീതിയിൽ ആദ്യം നമ്മൾ വുഡ് യു പ്ലീസ് ഇല്ല, വിഷയം പറയും, സബ്ജക്റ്റ് പ്ലീസ്. ഇപ്പൊ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ അഭിതനോട് വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ വുഡ് യു പ്ലീസ് ടെൽ യുവർ നെയിം എന്ന് ചോദിക്കാം. അതുമല്ല എങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ സബ്ജക്റ്റ് പ്ലസ് പ്ലീസ് എന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യം ഞാൻ അഭിതനോട് പറയുന്നത് യുവർ നെയിം പ്ലീസ്. യുവർ നെയിം, നിങ്ങളുടെ പേര് പ്ലീസ് ഇത്രയും പറഞ്ഞാൽ മതി. യെസ്, അഭിത ഇപ്പോ ഒരു സ്ഥലത്ത് രജിസ്ട്രേഷൻ കൗണ്ടറിൽ ഇരിക്കുകയാണ്. അവിടെ വരുന്നവരുടെ പേരും അഡ്രസ്സും ഒക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഒരാളോട് ഫോൺ നമ്പർ ചോദിക്കാൻ വേണ്ടിയിട്ട് വാട്ട് ഈസ് യുവർ ഫോൺ നമ്പർ എന്ന് ചോദിക്കണ്ട, അത് നമുക്ക് വേറെ ഒന്നും ചുരുക്കി ചോദിക്കാം. യുവർ ഫോൺ നമ്പർ പ്ലീസ്, യുവർ ഫോൺ നമ്പർ പ്ലീസ്. ആദ്യം നമ്മൾ വിഷയം പറഞ്ഞു ഫോൺ നമ്പർ പ്ലീസ്, അത്രയും പറഞ്ഞാൽ മതി. അപ്പൊ ഒരു സബ്ജക്റ്റ് പറയുന്നു, പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്ലീസ് പറയുന്നു. സബ്ജക്റ്റ് പിന്നെ പ്ലീസ്. ഓക്കെ, അപ്പോ
സബ്ജക്റ്റ് പ്ലസ് പ്ലീസ് എന്ന് വരുന്ന 2-3 സെന്റൻസ് ഓരോരുത്തരും മനസ്സിലൊന്ന് നോട്ട് ചെയ്ത് കൊടുക്കുക. യെസ്. അപ്പൊ ഞാൻ അബിക പറയണം. ചോദ്യം ഇതാണ്, ഞാൻ അബിക എന്റെ പേര് ചോദിക്കുന്നതാണ്. നിങ്ങൾക്ക് എത്ര വയസ്സായി? വയസ്സ് പറയേണ്ടത് അത് ഇംഗ്ലീഷ് പറഞ്ഞാൽ മതി. ഈ പറഞ്ഞ മോഡലിൽ സബ്ജക്ട് പിന്നെ പ്ലീസ്. യുവർ ഏജ് പ്ലീസ്. യെസ്, കറക്റ്റ്. യുവർ ഏജ് പ്ലീസ്. മതി. യുവർ ഏജ് ദാറ്റ് ഈസ് സബ്ജക്ട് പിന്നെ പ്ലീസ്. ഓക്കെ. ഓടി ചോദിക്കാം. നിങ്ങളുടെ മേൽവിലാസം തരും. നിങ്ങളുടെ മേൽവിലാസം തരും. യുവർ അഡ്രസ് പ്ലീസ്. യുവർ അഡ്രസ് പ്ലീസ്. ഓക്കെ, അതൊരു സ്റ്റൈലായിട്ട് അങ്ങനെ പറയും. യുവർ അഡ്രസ് പ്ലീസ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി അബിയുടെ കയ്യിലുള്ളൊരു 3 എണ്ണം പറയും. യുവർ പ്ലീസ്. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഇന്നാലും പോട്ടെ. യുവർ ബർത്ത് പ്ലേസ്. യുവർ ബർത്ത് പ്ലേസ്. ബർത്ത് പ്ലേസ് പ്ലീസ്. ഓക്കെ, ബർത്ത് പ്ലേസ് പ്ലീസ്. യുവർ ഫാദർസ് നെയിം പ്ലീസ്. യെസ്. അടുത്തത് യുവർ നേറ്റീവ് പ്ലേസ്. നേറ്റീവ് പറഞ്ഞല്ലേ, സോറി. നേറ്റീവ് പ്ലേസ് പ്ലീസ്. ഓക്കെ, ഓക്കെ, ഓക്കെ അബിത, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. സഫന പറഞ്ഞോളൂ. സഫനയുടെ കയ്യിലിരിക്കുന്ന പറഞ്ഞോളൂ. സഫന മോൾ. യെസ്. അപ്പൊ സഫന വരുമെന്ന് വിചാരിക്കാം. അഞ്ജന. യെസ്. ഞാൻ അഞ്ജനകളുടെ 3 എണ്ണം പറയുന്നതിന് മുമ്പ് ഞാൻ വെറുതെ ഒന്ന് ചോദിക്കുകയാണ്. താങ്കളുടെ റൂം നമ്പർ പറയും. യുവർ റൂം നമ്പർ പ്ലീസ്. ഓക്കെ. മറ്റേത് റെഡിയാക്കി മനസ്സിൽ വെച്ചേക്കാണ്. പെട്ടെന്ന് ഒന്ന് ചോദിക്കുമ്പോൾ പറയാൻ പറ്റുന്നല്ലോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്താലേ. യുവർ റൂം നമ്പർ പ്ലീസ്. ഓക്കെ, ഞാൻ അഞ്ജന കയ്യിലിരിക്കുന്നത്. യുവർ ഡോട്ടർ നെയിം പ്ലീസ്. യെസ്. ഓക്കെ. യുവർ ഹൗസ് നെയിം യുവർ പ്ലീസ്. പ്രൊഫഷൻ പ്ലീസ്. യുവർ ഓക്കെ, പ്രൊഫഷൻ. ഞാൻ വരാം. സഫന വരാം. ഓക്കെ, പറഞ്ഞോളൂ. 2 കഴിഞ്ഞ സഫനയിലോട്ട് വരാം. ഓക്കെ, ഞാൻ നേരെ യുവർ ഹൗസ് നെയിം പ്ലീസ്. യുവർ ഹൗസ് നെയിം പ്ലീസ്. ഓക്കെ. യുവർ എനിക്ക് സാർ ഒന്ന്. ഓക്കെ, 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 ഓക്കെ. ഇതൊക്കെ പെട്ടെന്ന് വരാനായിട്ട് സാധിക്കണം. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. സഫന, ആർ യു ഓക്കെ? ഓക്കെ സർ. ഓക്കെ, ഞാൻ അവർക്ക് ചോദിക്കാം. അത് കഴിഞ്ഞ് ബാക്കി സഫന ചോദിച്ചു. നമ്മൾ ചോദിക്കുകയാണ്, നിങ്ങൾ എവിടം വരെ പഠിച്ചു? നിങ്ങൾ എവിടം വരെ പഠിച്ചുന്നോ? വാട്ട്സ് യുവർ ക്വാളിഫിക്കേഷൻ? യെസ്. വാട്ടുകളാ അത് പറഞ്ഞു. എങ്ങനെ? എന്താ സർ? വാട്ടുള്ളത് കള അത് പറഞ്ഞു. യുവർ ക്വാളിഫിക്കേഷൻ പ്ലീസ്. യെസ്, വെരി ഗുഡ്. യുവർ ക്വാളിഫിക്കേഷൻ പ്ലീസ്. അപ്പൊ നിങ്ങൾ എവിടെ വരെ പഠിച്ചു എന്നുള്ളതാണ് യുവർ ക്വാളിഫിക്കേഷൻ സബ്ജക്ട് പ്ലീസ്. ഓക്കെ, ഓക്കെ. ഇനി ബാക്കി സഫനയുടെ കയ്യിലിരിക്കുന്ന പറഞ്ഞു. യുവർ ലൊക്കേഷൻ പ്ലീസ്. വെരി ഗുഡ്. ആൻഡ് യുവർ പ്രൊഫഷൻ പ്ലീസ്. യെസ്, വെരി ഗുഡ്. ഓക്കെ. ജോലി എന്താണെന്നാണ് യുവർ പ്രൊഫഷൻ പ്ലീസ്. കറക്റ്റ്. അതെ അതെ അതെ. ഓക്കെ സഫന, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ശിശിര. യുവർ എഡ്യൂക്കേഷൻ. ഓക്കെ, ഓക്കെ. യുവർ എഡ്യൂക്കേഷൻ. ഓക്കെ, 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 ഓക്കെ. യെസ്. ശിശിര, ആർ യു ഓക്കെ? യെസ് സർ. യെസ്. ഒരു ചായ തരും. ഓക്കെ സർ. ചായ തരൂന്നല്ലേ? ചായ തരും. ആരോട് പറഞ്ഞ മാത്രം മതിയോ? ഒന്നാളോട് ഉണ്ടോ? ഇല്ലല്ലോ. പ്ലീസ്. A cup of tea, please. Yes, a cup of tea. ഒരു കപ്പ് ചായ. ഓക്കെ, അല്ലെങ്കിൽ a tea please. ഓക്കെ, ഇനി ബാക്കിയുള്ള കയ്യിലുള്ള പറഞ്ഞു.
Please last. Okay. Mobile, please. Mobile, please. Correct. Mobile തരുന്നതാണ് ചോദിക്കുന്നത്. Mobile, please. Aadhaar card, please. Aadhaar card, please. Okay. DOB, please. Yes, correct. Okay. Shishina, very good, very good, very good. Thank you. Yes. എനിക്ക് ഒരെണ്ണം കൂടെ കിട്ടി. എന്താണ് അഞ്ജനക്ക് വേറെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടല്ലേ? എന്നാ പറഞ്ഞു അഞ്ജന. ഒരെണ്ണം കിട്ടി. Your pet name, please. Your pet name, please. Yes. Okay. Your pet name, please. Okay. Nisha. Sir. Okay. അവിടെ സാർ ഞാനൊന്ന് പറയട്ടെ. ഓക്കെ. ഷെഫീനയുടെ കയ്യിലുള്ളത് പറഞ്ഞു. ഒരു മിനിറ്റ്. കുറച്ച് പേരൊക്കെ കൂടിയിട്ട് ഷെഫീന ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ചു. അതിന്റെ കൗണ്ടറിലോട്ട് വന്നിട്ട് അവിടെ ഇരിക്കുന്ന മാനേജറിനോട് പറയണ് ബില്ല് തരും. ബിൽ പ്ലീസ്. ബിൽ പ്ലീസ്. ഓക്കെ. ഇനി ഷെഫീനയുടെ കയ്യിലിരിക്കുന്നത് സ്മൈൽ പ്ലീസ്. യെസ്, വെരി ഗുഡ്. സ്മൈൽ പ്ലീസ്. യുവർ ഫോൺ നമ്പർ പ്ലീസ്. യുവർ ഫോൺ നമ്പർ പ്ലീസ്. നേരത്തെ പറഞ്ഞതാണത്. എന്നാലും പോട്ടെ. അത്രേ ഉള്ളൂ സാർ. അത്രേ ഉള്ളൂ. യെസ്. ഓക്കെ. ഇനി ആർക്കെങ്കിലും സോമനസം അല്ലെങ്കിൽ വരാട്ടോ. ഞാൻ വിളിക്കാതെ കണ്ട, ഞാനിപ്പോ ഇതിനകത്ത് സ്ക്രീനിൽ കണ്ട 1-2 പേരെ വിളിച്ചത് മാത്രമേ ഉള്ളൂ. സാർ എന്നോട് ചോദിച്ചോ എന്ന് പറഞ്ഞിട്ട് ആർക്കെങ്കിലും വരാട്ടോ. ശ്രീജ്യോതി. ഓക്കെ. അപ്പൊ ശ്രീജ്യോതി കഴിഞ്ഞിട്ട് ഞാൻ നസ്രിനോട് വരാം. ഓക്കെ. ശ്രീജ്യോതി. ഓക്കെ. അപ്പോ രാവിലെ ചായയൊക്കെ കുടിച്ച് അടുക്കളയിൽ നിന്ന് പോയതാണ് ശ്രീജ്യോതി വിചാരിക്കും. വീണ്ടും കിച്ചണിലോട്ട് വന്നിട്ട് അമ്മയോട് പറയാണ് ഒരു ചായ കൂടി തരും. നേരത്തെ ചായ തരുന്നുള്ളതിന് ശിശിര പറഞ്ഞു. ഇതങ്ങനെയല്ല, ഒരു ചായ കൂടി തരും. അതൊക്കെ എനിക്ക് പോയി രണ്ടാമത് ഒരു ചായ കൂടി തരും. യെസ്. One more tea, please. വെരി ഗുഡ്. വൺ മോർ ടീ പ്ലീസ്. ഒരു ചായയും കൂടി. വെരി ഗുഡ്. വൺ മോർ ടീ പ്ലീസ്. ഇനി ബാക്കി ശ്രീജ്യോതിയുടെ കയ്യിലുള്ള പറഞ്ഞു. Your husband name, please. യെസ്, കറക്റ്റ്. Your pen, please. യെസ്, കറക്റ്റ്. അത് ഞാൻ മനസ്സിൽ വിചാരിച്ചതായിരുന്നു. അത് കറക്റ്റ് പറഞ്ഞു. ഓക്കെ. Your sibling name, please. യെസ്, കറക്റ്റ്. Your child name, please. യെസ്, കറക്റ്റ്. And then your location, please. യെസ്, കറക്റ്റ്. പിന്നെ ഇത്രേ ഉള്ളൂ. യെസ്, ഓക്കെ. ഞാൻ ഫോണിൽ എങ്ങനെ പോയിക്കോട്ടെ എന്ന് വിചാരിച്ച് ചോദിച്ചോണ്ടിരുന്നതാണ്. ഓക്കെ ശ്രീജ്യോതി, വെരി ഗുഡ്. നസ്ലിൻ, ആർ യു ഓക്കെ? സർ കറക്റ്റ് ഒന്നും അറിയില്ല, പറയാം. പേടിക്കുന്നില്ല. അപ്പൊ ആദ്യം എന്റെ വക കേട്ടോ. KSRTC ടിക്കറ്റ് റിസർവേഷൻ കൗണ്ടറിന്റെ മുമ്പിൽ നിൽക്കുകയാണ് നസ്ലിൻ. ആ കൗണ്ടറിൽ ഇരിക്കുന്ന ഓഫീസറോട് പറയണം എറണാകുളത്തിന് 2 ടിക്കറ്റ് തരും. എറണാകുളത്തിന് 2 ടിക്കറ്റ്. 2 ticket please. 2 ticket please. 2 ടിക്കറ്റ് തരും. എറണാകുളം പത്തില്ല, ഇങ്ങോട്ട് അയാൾ ഇടുക്കി എന്നാലും 2 tickets please എന്നാണ്. അല്ല, അപ്പൊ എറണാകുളത്തിന് 2 ടിക്കറ്റ് തരും. 2 ticket for Ernakulam please. പക്ഷേ 2 ടിക്കറ്റ് ടു എറണാകുളം പ്ലീസ്. അപ്പൊ അത് വേണമെങ്കിൽ 2 ടിക്കറ്റ് ടു ഇടുക്കി പ്ലീസ്. അപ്പൊ എറണാകുളം അതിൽ വന്നില്ല. 2 ടിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിലുള്ള പറയും. Answer me please. യെസ്, ഓക്കെ. Your documents please. യെസ്. 1 piece of paper please. യെസ്, 1 piece of paper please. അടുത്തത്. യെസ്, ഓക്കെ. കറക്റ്റ്. ഓക്കെ. ഇനി ആരാണ്? അനുല്ലേ? പറയട്ടെ. ഓക്കെ. അപ്പൊ ഗസലിലോട്ട് ഞാൻ വരാം. സ്നേഹ കഴിഞ്ഞിട്ട് ഗസലിലോട്ട് വരാം. സ്നേഹ, അറിയോ? ഓക്കെ. ഓക്കെ സർ.
ഓക്കെ, അപ്പൊ കുറച്ചു പേരെ വഴിയിൽ നിൽക്കുകയാണ്. അപ്പോ അതിന്റെ ഇടയിൽ കൂടി എന്താണ് സ്നേഹത്തിൽ പോകണം. അപ്പൊ അവരോട് പറയുന്നത് എന്നെ ഒന്ന് കടത്തി വിടും, Move, please. എന്നെ ഒന്ന് കടത്തി വിടും. Move, please. എന്ന് പറയുമ്പോ വെർബായിട്ട് Okay. വെർബ് വരാൻ പാടില്ല, സബ്ജക്റ്റ് വരാൻ പാടില്ല, നൗണ വരാൻ പാടില്ല. മൂഡ് വെർബാണ്. അപ്പൊ നമുക്ക് പറയാം വേ എന്നൊരു വഴി, Way, please. വേ ഫോർ മീ, എനിക്കൊരു വഴി പ്ലീസ് അല്ല, വേ ഫോർ മീ പ്ലീസ്. ഇനി ബാക്കിയുള്ളത് പറഞ്ഞു. Sir, clear ആയില്ല. Way, please എന്ന് പറഞ്ഞാൽ മതിയോ? ബാക്കി ദസിന്റെ കയ്യിലുള്ളത് പറഞ്ഞു. ഞാൻ ഒരെണ്ണം വെറുതെ പെട്ടെന്ന് പറയാൻ വേണ്ടി സ്നേഹനോട് ചോദിച്ചിട്ടുണ്ട്. ദസിന്റെ അല്ല, സ്നേഹം. Your order, please. Yes, very good. Your order, please. OTP, please. OTP, please. Oh, very good. Your CV, please. Yes, correct. Your certificates, please. Your answer, Yes, please. certificate, please. Okay. Your answer, please. Yes, correct. Maria, sir. Some water, please. Okay, Sneha. Very good. Thank you. Dasana, are you okay? ഓക്കെ സർ. Okay, very good. Okay എന്ന് ദസന പറയുന്നതിലുണ്ട് ദസനയുടെ കോൺഫിഡൻസ്. ഓക്കെ, അപ്പോ ഒരാള് സദ്യയിൽ ഇരിക്കുകയെന്ന് വിചാരിക്കും. അപ്പൊ അയാളോട് ചോദിക്കുകയാണ് ലാസ്റ്റ്, കൂടുതലായി എന്തെങ്കിലും കൂടുതലായിട്ട് വേണോ ഈ വിളമ്പിയത് കൂടാതെ കൂടുതലായി എന്തെങ്കിലും. നേരത്തെ ഒരു ചായ കൂടി എന്ന് പറയുമ്പോൾ ഇവിടെ കൂടുതലായി എന്തെങ്കിലും, കൂടുതലായിട്ട് എന്തെങ്കിലും എന്തെങ്കിലും മനസ്സിൽ വീഡിയോയിൽ വെച്ചോ, എവിടെയെങ്കിലും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, വേറെ എന്തെങ്കിലും വേണോ, കൂടുതലായിട്ട് എന്തെങ്കിലും വേണോ? യെസ്, ഓക്കെ, കണ്ടിന്യൂ. Your good name, please. Your good name, please. Okay. Your name, please എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഓക്കെ, കണ്ടിന്യൂ. Your school name, please. Correct. Your pencil, please. Yes, correct. Your mother tongue, please. Yes, correct. Your record book, please. Yes, correct. Your house number, please. Yes, correct. Your hobbies, please. Yes, okay. Correct. Very good. Yes, അപ്പോ നമ്മുടെ സമയം എത്തിയിരിക്കുകയാണ്. ഇനി നമ്മൾ ഓണത്തിന് ശേഷം കാണുന്നു. എല്ലാവർക്കും ഹൃദ്യവും സമൃദ്ധവുമായ ഓണമായിരിക്കട്ടെ 2026 ഓണം എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓർമ്മിക്കത്തക്ക സന്തോഷകരമായ സംഭവങ്ങൾ ജീവിതത്തിൽ 2026 ഓണത്തിൽ സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ ഈ ഓണത്തെ കുറിച്ചുള്ള സ്വന്തമായിട്ട് അനുഭവങ്ങൾ പറഞ്ഞവർക്കും യെസ്, പിന്നെ കുറച്ചു പേരും മനസ്സിൽ അനുഭവം ഉണ്ടെങ്കിലും അവർക്ക് ചിഞ്ചു അത് പറയാനായിട്ടെങ്കിലും മടിച്ചു നിന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ കൃത്യമായിട്ടുള്ള ഓണാശംസകൾ നേരുകയാണ്. ഹാപ്പി ഓണം അപർണ. ഓക്കെ, എല്ലാവർക്കും ഹാപ്പി ഓണം. യെസ്, അപ്പോൾ ഓണം കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഓക്കെ, വിഷ് ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ബൈ, സീ യു. Thank you, sir. Happy Onam, sir. Thank you, sir. Thank you, sir. Thank you, sir. Happy Onam, sir. Okay. Thank you, sir. Happy Onam. Thank you, sir. Happy Onam. Okay, happy Onam. Okay, see you.